മക്കളെ, ഏവർക്കും ഹാജാസ് ട്യൂഷൻസിലേക്ക് ഹൃദ്യമായ ഹാർദമായ സ്വാഗതം. നമ്മൾ ഇന്ന് 10ാം ക്ലാസ്സിന്റെ 8ാമത്തെ ചാപ്റ്റർ സോളിഡ്സ് എന്ന് പറയുന്ന ഒരു കിഡിലൻ ചാപ്റ്റർ അടിപൊളിയായിട്ട് പഠിക്കാൻ പോവാണ്. മാത്സ് എത്ര പ്രയാസമുള്ള കുട്ടിയാണെങ്കിലും ഇതിനകത്ത് ഒരു മാർക്ക്, ഈ സോളിഡ്സിനകത്തുനിന്ന് ചോദിക്കുന്ന ഒരു ചോദ്യം നിങ്ങൾക്ക് എഴുതാൻ കഴിയാതെ പോവില്ല. നിങ്ങൾ നിർബന്ധമായിട്ട് എഴുതും എന്ന ഉറപ്പോടുകൂടിയാണ് നമ്മൾ ഇന്ന് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പം എല്ലാവരും, എല്ലാ മക്കൾക്കും ഈ ക്ലാസ്സിലേക്ക് ഹൃദ്യമായ ഹാർദമായ സ്വാഗതം. അപ്പോൾ നമ്മൾ സോളിഡ്സ് 8ാമത്തെ ചാപ്റ്റർ ആണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണ്. സോളിഡ്സ് ഘനരൂപങ്ങൾ എന്നാണ് അതിൻ്റെ മലയാളം. ഈ പാഠത്തിൻ്റെ ആദ്യത്തെ ടോപ്പിക് എന്ന് പറയുന്നത് സ്ക്വയർ പിരമിഡ് ആണ്. സ്ക്വയർ പിരമിഡ് എന്ന് പറഞ്ഞാൽ സമചതുര സ്തൂപിക. സമചതുര സ്തൂപിക നമ്മൾ 3 ക്ലാസ്സുകളായിട്ടാണ് കംപ്ലീറ്റ് ചെയ്യുന്നത്. അതിലെ 1ാമത്തെ ക്ലാസ് ആണ് നമ്മൾ ഇന്ന് എടുക്കാൻ പോണത്. അപ്പോൾ 3 ക്ലാസ്സുകളായിട്ട് നമ്മൾ ഈ ടോപ്പിക്ക് കംപ്ലീറ്റ് ചെയ്യും. ഏതാണ് ടോപ്പിക്കിന്റെ പേരെന്താണ്? സ്ക്വയർ പിരമിഡ്. എല്ലാം നല്ല വ്യക്തമായി സാർ ആ ഓരോ സോളിഡ്സും അതിൻ്റെ രൂപം കാണിച്ച് പഠിപ്പിക്കും. ഓക്കെ, അപ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചിരുന്നാൽ മാത്രം മതി, നിങ്ങൾക്ക് മാർക്ക് കിട്ടും, ഉറപ്പാണേ. സ്ക്വയർ പിരമിഡ് എന്ന് പറഞ്ഞാൽ ഇങ്ങനെയായിരിക്കും ഒരു സ്ക്വയർ പിരമിഡ് ഇരിക്കുക. എന്തുകൊണ്ടാണ് ഇതിനെ സ്ക്വയർ പിരമിഡ് എന്ന് പറയാൻ കാരണം? ഇതിനെ സ്ക്വയർ പിരമിഡ് എന്ന് പറയാൻ കാരണം ഇതിന്റെ ബേസ് ഉണ്ടല്ലോ, ഇതിന്റെ ബേസ് സ്ക്വയർ ആയതുകൊണ്ടാണ്. അതായത് ഈ പാർട്ട് കണ്ടോ, ഇത് ഇരിക്കുന്ന പാർട്ട്, ഈ പിരമിഡിനെ വെച്ചിരിക്കുന്ന പാർട്ട് എന്ന് പറയുന്നത് എന്താണ് എന്ന് പറഞ്ഞാൽ ഈ പാർട്ട് കണ്ടോ, ഇതിനെ വെച്ചിരിക്കുന്നത് ഈ പാർട്ട് എന്തായിരിക്കും? സ്ക്വയർ ആണ്. അതുകൊണ്ടാണ് ഇതൊന്ന് കണ്ടു നോക്കാം. കണ്ടോ, ഇതൊരു സ്ക്വയർ പിരമിഡാണ്. ഇതൊരു സ്ക്വയർ പിരമിഡാണ്. ഞാൻ ഈ സ്ക്വയർ പിരമിഡ് ഇങ്ങനെ തുറന്നു വെച്ചിരിക്കുന്നത്, ഇത് തുറക്കേണ്ടതായിട്ടുള്ളൊരു ആവശ്യമുണ്ട്. അതുകൊണ്ടാണ്. ഇതാ കണ്ടോ, ഇതിനെ നമ്മൾ ഇങ്ങനെ പ്ലേസ് ചെയ്യുമ്പോൾ ഈ പാർട്ട് സ്ക്വയർ ആണ്. ഈ പാർട്ട് സ്ക്വയർ ആയതുകൊണ്ടാണ് ഇതിനെ സ്ക്വയർ പിരമിഡ്. പിരമിഡ് എന്ന് നമ്മൾ കേട്ടില്ലേ, മമ്മി എന്നൊക്കെ പറഞ്ഞ് കേട്ടിട്ടില്ലേ? ഉണ്ട്. അപ്പൊ ഇത് സ്ക്വയർ പിരമിഡ് ആണ്. ഇതിനെ സ്ക്വയർ പിരമിഡ് എന്ന് പറയാൻ കാരണം ഇതിന്റെ ബേസ് എന്താണ്? സ്ക്വയർ ആണ്. പിന്നെ ഒരു സ്ക്വയർ പിരമിഡ് ഉണ്ടാക്കണമെങ്കിൽ ഇതുപോലത്തെ ഒരു രൂപം നമ്മൾ ഉണ്ടാക്കണം. 4 ട്രയാങ്കിൾ, ഒരുപോലത്തെ 4 ട്രയാങ്കിൾ, 4 ത്രികോണങ്ങൾ, 1 2 3 4 ട്രയാങ്കിളും ഒരു സ്ക്വയറും വേണം. എന്നിട്ട് ഈ ട്രയാങ്കിളിനെല്ലാം ഇതുപോലെ ഇങ്ങനെ ഉയർത്തി വെച്ച് കഴിഞ്ഞാൽ കണ്ടോ, ഇങ്ങനെ സ്ക്വയർ പിരമിഡായി, അടിപൊളിയായി. അത് ക്ലിയർ അല്ലേ? അപ്പം സ്ക്വയർ പിരമിഡ് എങ്ങനെ ഉണ്ടാക്കണം? ആദ്യം ഒരു പേപ്പർ എടുത്തിട്ട് നമ്മൾ ഇതേപോലത്തെ ഒരു രൂപം ഉണ്ടാക്കണം അല്ലേ? ഇതേപോലത്തെ ഒരു രൂപം ഉണ്ടാക്കിയിട്ട് ഈ ഓരോ ട്രയാങ്കിളും 1 2 3 4 ഈ 4 ട്രയാങ്കിളും ഇങ്ങനെ ഉയർത്തി വെച്ച് കഴിഞ്ഞാൽ ഈ കാണുന്നത് പോലത്തെ നമുക്ക് എന്ത് കിട്ടും? ഒരു സ്ക്വയർ പിരമിഡ് കിട്ടും. സ്ക്വയർ പിരമിഡിനെ അങ്ങനെ പേര് വിളിക്കാൻ കാരണം എന്താണ്? പറഞ്ഞ് എന്ത് കാരണം കൊണ്ടാണ് ഇതിനെ സ്ക്വയർ പിരമിഡ് എന്ന് പറയാൻ കാരണം? ഇതിന്റെ ബേസ് സ്ക്വയർ ആയതുകൊണ്ടാണ്. എത്ര ട്രയാങ്കിൾ ഉണ്ടടാ? 1 2 3 4 4 ട്രയാങ്കിൾ ഉണ്ട്. ഈ 4 ട്രയാങ്കിളും ഒരുപോലത്തെ ട്രയാങ്കിൾ ആയിരിക്കണോ, ഡിഫറെന്റ് ട്രയാങ്കിൾ ആയിരിക്കണോ? ഒരുപോലത്തെ ട്രയാങ്കിൾ ആയിരിക്കണം. ഈ ട്രയാങ്കിൾ എല്ലാം ഉയർത്തി വെക്കുമ്പോഴാണ് എന്ത് കിട്ടുന്നത്? നമുക്കൊരു സ്ക്വയർ പിരമിഡ് കിട്ടുന്നത്. ഈ സ്ക്വയർ പിരമിഡിന്റെ കുറച്ച് കാര്യങ്ങളാണ് നമ്മൾ ഇന്ന് ക്ലാസ്സിനകത്ത് നോക്കേണ്ടത്. ഈ സ്ക്വയർ പിരമിഡിന് പ്രധാനമായും നമുക്ക് അറിഞ്ഞിരിക്കേണ്ട ഒരു വശമാണ് ഈ സ്ക്വയർ ആയിട്ടുള്ള ഇതാണോ, ഇതിനെ നമ്മൾ വിളിക്കണം പേര്. കണ്ടോ, ശ്രദ്ധിച്ച് കണ്ടോണം. ഈ പാർട്ട് കണ്ടോ, ഞാൻ ഇതിവിടെ വരയ്ക്കുന്നുണ്ട്, നിങ്ങൾക്ക് നേരിട്ട് കാണിച്ചും തരുന്നുണ്ട്. ഇത് കണ്ടോ, ഇതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് പാദവക്ക്, ബേസ് എഡ്ജ് എന്ന് പറയും. ബേസ് എഡ്ജ് എന്ന് പറയും. ഓക്കെ, ബേസ് എഡ്ജിനെ നമുക്ക് എ എന്നാണ് നമ്മൾ സൂചിപ്പിക്കുക. സാധാരണ ബേസ് ബി എന്ന് വേണമെങ്കിലും പറയാം. എ എന്ന ലെറ്ററോ അല്ലെങ്കിൽ ബി എന്ന് പറയുന്ന ലെറ്ററോ ഉപയോഗിച്ചിട്ട് നമുക്ക് ബേസ് എഡ്ജ് കാണിക്കാം. എയോ ബിയോ നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ ഉപയോഗിക്കാം. അപ്പൊ സാധാരണ ഇത് കണ്ടോ, ഇതിനെ നമുക്ക് ബി എന്ന് പറയുന്ന, ചില സ്കൂളുകളൊക്കെ ബി പഠിപ്പിക്കും, ചില സ്കൂളുകൾ എ പഠിപ്പിക്കും. നമുക്ക് ഏത് ലെറ്റർ വേണമെങ്കിലും ഉപയോഗിക്കാം. ബേസ് എഡ്ജ് എന്നാണ് പറയുന്നത്. ഇത് ബേസിന് 4 എഡ്ജ് ഉണ്ട്. 1 2 3 4. ബേസിൽ എത്ര എഡ്ജ് ഉണ്ട്? 4 എഡ്ജ് ഉണ്ട്. ബേസ് എഡ്ജ്. ഓക്കെ, ഇനി അടുത്തത് വളരെ പ്രധാനപ്പെട്ട ഒരു എഡ്ജാണ് ഈ കാണുന്ന എഡ്ജ്. കണ്ടോ, ഈ കാണുന്ന ഇതുപോലത്തെ 4 എഡ്ജ് ഉണ്ട്. 4 എഡ്ജ്, 1 2 3 4 എഡ്ജ് ഉണ്ട്. ഇതിനെ നമ്മൾ ലാറ്ററൽ എഡ്ജ് എന്നാണ് പറയുക. ലാറ്ററൽ എഡ്ജ് എന്ന് പറയും. ലാറ്ററൽ എഡ്ജ് എന്ന് പറഞ്ഞാൽ ഇ എന്ന് പറയുന്ന ലെറ്റർ കൊണ്ടാണ് സൂചിപ്പിക്കുന്നത്. ലാറ്ററൽ എഡ്ജ് 4 എണ്ണം ഉണ്ട്. 4 ലാറ്ററൽ എഡ്ജ് ഉണ്ട്, 4 ബേസ് എഡ്ജ് ഉണ്ട്. അങ്ങനെ മൊത്തം ഇതിനകത്ത് എത്ര എഡ്ജ് ഉണ്ട്? 8 എഡ്ജുകളുണ്ട് അല്ലേ? എത്ര എഡ്ജ് ഉണ്ട്? 8 എഡ്ജ് ഉണ്ട്. എഡ്ജ് എന്ന് പറഞ്ഞാൽ അറിയാലോ, വക്ക്.
അപ്പൊ പാർശ്വവക്കുകൾ 4 എണ്ണവും പാദവക്കുകൾ 4 എണ്ണവും, മൊത്തം 8 വക്കുകളുണ്ട്, 8 എഡ്ജസ് ഉണ്ട്. ക്ലിയർ ആണോ? ഓക്കെ ആണോ? ഓക്കെ. ഇനി നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്ന പ്രധാനപ്പെട്ട ആദ്യത്തെ പോർഷൻ എന്ന് പറയുന്നത് ഏരിയയെ കുറിച്ചാണ് പറയാൻ പോകുന്നത്. ഏരിയ ഓഫ് സ്ക്വയർ പിരമിഡ്. ഏരിയ ഓഫ് സ്ക്വയർ പിരമിഡിന്റെ പിരമിഡ്. ഒരു സ്ക്വയർ പിരമിഡിന്റെ ഏരിയ കണ്ടുപിടിക്കണമെങ്കിൽ നമ്മൾ ആദ്യം ഇവന്റെ ഏരിയ കണ്ടുപിടിക്കണം. അതായത് ഈ സ്ക്വയർ ആയിട്ടുള്ള ഈ ബേസിന്റെ ഏരിയ കണ്ടുപിടിക്കണം. അതായത് എവന്റെ ഏരിയ കണ്ടുപിടിക്കണം, ക്യാപിറ്റൽ എന്ന് കൊടുക്കാം. എന്നിട്ട് ഈ ട്രയാങ്കിളിന്റെ ഏരിയ കണ്ടുപിടിക്കണം. ട്രയാങ്കിൾ 4 എണ്ണം ഉണ്ട്. ട്രയാങ്കിൾ നമ്പർ 1 എവന്റെ ഏരിയ കണ്ടുപിടിക്കണം. എവന്റെ ഏരിയ. അതായത് ട്രയാങ്കിൾ 4 എണ്ണം ഉണ്ട്. 4 ട്രയാങ്കിളിന്റെ ഏരിയയും ഒരു സ്ക്വയറിന്റെ ഏരിയയും കൂട്ടിയാലാണ് ഒരു സ്ക്വയർ പിരമിഡിന്റെ ടോട്ടൽ ഏരിയ കിട്ടുന്നത്. ഒരു സ്ക്വയർ പിരമിഡിന്റെ ടോട്ടൽ ഏരിയ കിട്ടാൻ എന്തെല്ലാം നമുക്ക് കൂട്ടണം? ഒരു സ്ക്വയറിന്റെ എന്ത് കൂട്ടണം? വളരെ നന്നായിട്ട് ശ്രദ്ധിച്ച് പറ. ഒരു സ്ക്വയറിന്റെ ഏരിയ എടുക്കണം. സ്ക്വയറിന്റെ ഏരിയയുടെ ഫോർമുല എന്താണ്? എ സ്ക്വയർ. ഓക്കെ. ഇനി രണ്ടാമത് എന്ത് വേണം? ട്രയാങ്കിളിന്റെ ഏരിയ വേണം. ട്രയാങ്കിളിന്റെ ഏരിയ ഫോർമുല എന്താണ്? ഹാഫ് ബി എച്ച്. അപ്പോ ഈ ഒരു പിരമിഡിന്റെ ടോട്ടൽ ഏരിയ കിട്ടണമെങ്കിൽ സ്ക്വയറിന്റെ ഏരിയയും ട്രയാങ്കിളിന്റെ ഏരിയ, 4 ട്രയാങ്കിളിന്റെ ഏരിയയും കൂട്ടണം. അപ്പോൾ ടോട്ടൽ സർഫസ് ഏരിയ കണ്ടുപിടിക്കാൻ ഒരു സ്ക്വയറിന്റെ ഏരിയ പ്ലസ് 4 ഹാഫ് ബി എച്ച്, ഇത് ഇത്രയും ചെയ്താൽ നമുക്ക് ടോട്ടൽ സർഫസ് ഏരിയ കിട്ടും. അപ്പോൾ എല്ലാവരും നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ വളരെ സിമ്പിൾ ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് പറയുന്നത്. ഒരു 5 പ്രോബ്ലം ആണ് നമ്മൾ ചെയ്യുന്നത്. ഒരു സ്ക്വയർ പിരമിഡിന്റെ ടോട്ടൽ സർഫസ് ഏരിയ എല്ലാവരും ശ്രദ്ധിക്കണം. ടോട്ടൽ സർഫസ് ഏരിയ എന്ന് പറഞ്ഞാൽ നമുക്ക് ഈ സ്ക്വയർ പിരമിഡിൽ നമുക്ക് ടച്ച് ചെയ്യാൻ പറ്റുന്ന ഈ ഭാഗം, ഇതൊരു സർഫസ് ആണ്, ഇത് സർഫസ് ആണ്, ഇത് സർഫസ് ആണ്, ഇത് സർഫസ് ആണ്, ഇത് സർഫസ് ആണ്. 4 ട്രയാങ്കിൾ സർഫസ് ഉണ്ട്, ഒരു സ്ക്വയർ സർഫസ് ഉണ്ട്. ഇതിന്റെ ടോട്ടൽ ഏരിയ നമ്മൾ വിളിക്കുന്ന പേരാണ് TSA, ആകെ ഉപരിതല വിസ്തീർണം കണ്ടുപിടിക്കാൻ എ സ്ക്വയർ, അതായത് സ്ക്വയറിന്റെ ഏരിയ പ്ലസ് ഹാഫ് ബി എച്ച് 4 എണ്ണം, 4 ഇൻറ്റു ഹാഫ് ബി എച്ച്. ക്ലിയർ ആണ്? അപ്പോൾ ഒരു സ്ക്വയറിന്റെ ഏരിയയും 4 ട്രയാങ്കിളിന്റെ ഏരിയയും കൂട്ടിയാൽ സ്ക്വയർ പിരമിഡിന്റെ ടോട്ടൽ സർഫസ് ഏരിയ കിട്ടും. അപ്പോൾ നമുക്ക് ഒന്നാമത്തെ ക്വസ്റ്റ്യൻ വായിക്കാം. ഒന്നാമത്തെ ക്വസ്റ്റ്യനിൽ പറയുന്നത് വശങ്ങളെല്ലാം 5 സെന്റിമീറ്റർ നീളമുള്ള ഒരു സമചതുരം, ഒരു വശം 5 സെന്റിമീറ്ററും അതിൽ നിന്ന് എതിർ മൂലയിലേക്കുള്ള ഉയരം 8 സെന്റിമീറ്ററുമായ 4 സമപാർശ്വ ത്രികോണങ്ങൾ ചേർത്ത് വെച്ച് ഒരു സമചതുര സ്തൂപിക ഉണ്ടാക്കണം. അതിന് എത്ര ചതുരശ്ര മീറ്റർ കടലാസ് വേണം? ഇതാണ് മലയാളത്തിലെ ക്വസ്റ്റ്യൻ. എല്ലാവരും മനസ്സിലാക്കിയോ? ഒരു സ്ക്വയർ പിരമിഡ് ഉണ്ടാക്കാൻ ഒരു സ്ക്വയർ വേണം. ഈ സ്ക്വയറിന്റെ വശങ്ങളെല്ലാം 5 സെന്റിമീറ്റർ ആയിരിക്കണം. പിന്നെ ട്രയാങ്കിൾ വേണം. ട്രയാങ്കിളിന്റെ ഒരു സൈഡ് 5 ആയിരിക്കണം. പിന്നീട് ആ ട്രയാങ്കിളിന്റെ ഹൈറ്റ് 8 ആയിരിക്കണം. ട്രയാങ്കിളിന്റെ ഹൈറ്റ് എത്രയായിരിക്കണം? 8 ആയിരിക്കണം. അങ്ങനെയുള്ള 4 ട്രയാങ്കിൾ വെച്ചിട്ട്, സമപാർശ്വ ത്രികോണങ്ങൾ വെച്ചിട്ടാണ് സ്ക്വയർ പിരമിഡ് നമുക്ക് ഉണ്ടാക്കേണ്ടത്. അങ്ങനെയാണെങ്കിൽ ഇതിന് എത്ര കടലാസ് വേണം എന്നതാണ് നമ്മുടെ ചോദ്യം. അപ്പൊ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് ഇതാണ്. നമുക്ക് ഇങ്ങനത്തെ ഒരു രൂപത്തെയാണ് നമുക്ക് ഇങ്ങനെയാക്കി മാറ്റേണ്ടത്. ആദ്യം ഇതുപോലെ കട്ട് ചെയ്തെടുക്കണം. എന്നിട്ട് അതിൽ നിന്നും ഇതുണ്ടാക്കണം, ഇങ്ങനെ ആക്കണം. എന്നിട്ട് പശതയെ ചുട്ടിക്കുമ്പോൾ നമുക്ക് സ്ക്വയർ പിരമിഡ് ഇതുപോലെ കിട്ടും. അപ്പം ഇതിന്റെ അളവുകൾ എങ്ങനെയാണെന്നുള്ളത് ഇവിടെ ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. എ സ്ക്വയർ ഓഫ് സൈഡ് 5 സെന്റിമീറ്റർ. ഈ സ്ക്വയറിന്റെ ഓരോ സൈഡും 5 സെന്റിമീറ്റർ ആയിരിക്കണം. 5, 5, 5, 5, എല്ലാ സൈഡും 5 ആയിരിക്കണം. അതേപോലെ ഇവിടെ നമ്മൾ എടുത്തിരിക്കുന്ന ഈ ട്രയാങ്കിളിന്റെ ഒരു സൈഡ് 5 ആണ്. അതേപോലെ ഈ ഹൈറ്റ്, ഈ ട്രയാങ്കിളിന്റെ ഹൈറ്റ് എന്ന് പറയുന്നത് 8 സെന്റിമീറ്റർ ആണ്. ട്രയാങ്കിളിന്റെ ഹൈറ്റ് എന്ന് പറയുന്നത് 8 സെന്റിമീറ്റർ ആണ്. ഇനിയാണ് നമുക്ക് ഇതിന്റെ ടോട്ടൽ എത്ര പേപ്പർ വേണം എന്ന് കണ്ടുപിടിക്കേണ്ടത്. ടോട്ടൽ എത്ര പേപ്പർ വേണം എന്നതിന്റെ അർത്ഥം ടോട്ടൽ സർഫസ് ഏരിയ, ആകെ ഉപരിതല വിസ്തീർണം കണ്ടുപിടിക്കണം. അതിന് നമ്മൾ ആദ്യം സ്ക്വയറിന്റെ ഏരിയ എടുക്കണം. സ്ക്വയറിന്റെ ഏരിയയുടെ ഫോർമുലയാണ് എ സ്ക്വയർ. ഈ സ്ക്വയറിന്റെ ഞാൻ ഇവിടെ ഷെയ്ഡ് ചെയ്യുന്നുണ്ടോ?
ഈ ഷെയ്ഡി എന്ന പാർട്ടിന്റെ ഏരിയ കണ്ടുപിടിക്കേണ്ട ഫോർമുലയാണ് എ സ്ക്വയർ പ്ലസ് ഹാഫ് ബി എച്ച്. ഒരു ട്രയാങ്കിള് ഹാഫ് ബി എച്ച് ആണ്. അതുപോലത്തെ 4 ട്രയാങ്കിൾ ഉണ്ട്. അപ്പൊ 4 × ഹാഫ് ബി എച്ച്. ഇതില് എ സ്ക്വയറിന്റെ അവിടെ സ്ക്വയറിന്റെ കണ്ടോ, ഈ സ്ക്വയറിന്റെ ഒരു സൈഡ് എത്ര 5 അല്ലേ, 5ന്റെ സ്ക്വയർ എഴുതണം പ്ലസ് ഇതിവിടെ വെട്ടിപ്പോകും 2 പ്രാവശ്യം 2 × ട്രയാങ്കിളിന്റെ ബേസ് 5 ആണ്, നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ട്. ട്രയാങ്കിളിന്റെ ബേസ് 5 ആണ് ഇൻറ്റു ട്രയാങ്കിളിന്റെ ഹൈറ്റ് 8 ആണ്. കണ്ടോ? ഓക്കെ. ഇനി 5ന്റെ സ്ക്വയർ എത്രയാണ് 25 പ്ലസ് 2 × 5 × 8. 8 5 40 ആണ്. 40 × 2 80 ആണ്. 80ഉം 25ഉം കൂടെ കൂട്ടുമ്പോൾ 105 സെന്റിമീറ്റർ സ്ക്വയർ. എൻ്റെ പൊന്നു പിള്ളേരെ, therefore the paper needed to make this pyramid square pyramid is equal to 105 സെന്റിമീറ്റർ സ്ക്വയർ ഓഫ് പേപ്പർ. അപ്പം ഇവിടെ നമുക്ക് പറഞ്ഞിരിക്കുന്ന ഒരു സ്ക്വയർ പിരമിഡ് ഉണ്ടാക്കാൻ ആവശ്യമായ പേപ്പറിന്റെ അളവ് 105 സെന്റിമീറ്റർ സ്ക്വയർ ആണ്. എങ്ങനെ കിട്ടിയടാ? ആദ്യം നമ്മൾ എന്ത് ചെയ്തു മക്കളെ നോക്ക്, ആദ്യം സ്ക്വയറിന്റെ ഏരിയ കണ്ടുപിടിച്ചു എ സ്ക്വയർ, പിന്നെ ട്രയാങ്കിളിന്റെ ഏരിയ കണ്ടുപിടിച്ചു ഹാഫ് ബി എച്ച്. അതുപോലത്തെ 4 ട്രയാങ്കിൾ ഉണ്ട് 4 × ഹാഫ് ബി എച്ച്. എന്നിട്ട് ഇതെല്ലാം കൂടെ കൂട്ടി എ സ്ക്വയർ പ്ലസ് 4 × ഹാഫ് ബി എച്ച്. ഇതാണ് ടോട്ടൽ സർഫസ് ഏരിയ കണ്ടുപിടിക്കേണ്ട ഫോർമുല. ഒരു ഡൗട്ടും ഇല്ല, വളരെ സിമ്പിൾ ആണ്. 3ാം ക്ലാസ്സിലെ കുട്ടിക്കും മനസ്സിലാവുന്ന തരത്തിലാണ് നമ്മൾ പഠിപ്പിച്ചത്. എ സ്ക്വയർ എന്ന് പറഞ്ഞാൽ സ്ക്വയറിന്റെ ഒരു സൈഡിന്റെ എത്രയാണോ അതിന് 2 തവണ, അപ്പൊ 5ന്റെ സ്ക്വയർ പ്ലസ് അടുത്ത ട്രയാങ്കിളിന്റെ സൈഡാണ് ബി, ട്രയാങ്കിളിന്റെ ഹൈറ്റ് ആണ് എച്ച്. അങ്ങനെ 5ഉം 8ഉം കൊടുത്തു. ഇനി അടുത്തത് 4, ഈ 4 ഈ 2 കൂടെ ക്യാൻസൽ ആവും 2 തവണ. നമുക്ക് 105 സെന്റിമീറ്റർ സ്ക്വയർ ആണ് ഈ ഒരു സ്ക്വയർ പിരമിഡ് ഉണ്ടാക്കാൻ ആവശ്യമായ പേപ്പറിന്റെ അളവ്. ക്ലിയർ ആണോ? പക്കയല്ലേ? ഓക്കേടാ. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഒരു കളിപ്പാട്ടത്തിന് ഈ ഷേപ്പാണ്. എ ടോയ് ഈസ് ഇൻ ദ ഷേപ്പ് ഓഫ് എ സ്ക്വയർ പിരമിഡ് ഓഫ് ബേസ് എഡ്ജ് 16. ഇതിന്റെ ബേസ് എഡ്ജ് 16 ആണ്. ഓക്കെ, ആയിക്കോട്ടെ. സ്ലാൻഡ് ഹൈറ്റ് 10 ആണ്. സ്ലാൻഡ് ഹൈറ്റ് എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഈ സ്ക്വയർ പിരമിഡിൽ ചരിഞ്ഞ ഉയരം, കണ്ടോ, ചരിവ് ഉയരം എന്നാണ് മലയാളത്തിൽ പറയുക. യഥാർത്ഥത്തിൽ ഈ സ്ക്വയർ പിരമിഡിന്റെ ഹൈറ്റ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഇവിടെ നോക്കിക്കോണം, സ്ക്വയർ പിരമിഡിന് 2 പ്രധാനപ്പെട്ട ഹൈറ്റ് ഉണ്ട്. ഒന്ന്, സ്ക്വയർ പിരമിഡിന്റെ ടോപ്പിൽ നിന്നും ഇവിടെ നല്ല വെർട്ടിക്കലായിട്ട് ഈ കാണുന്ന ഈ പേന ഞാൻ വെച്ചിരിക്കുന്നുണ്ടോ, ഇതാണ് സ്ക്വയർ പിരമിഡിന്റെ ഹൈറ്റ്. ഇതെന്ന് പറയുന്നത് ഇങ്ങനെ നോക്കുന്ന ഹൈറ്റ് ഉണ്ട്. എല്ലാവരും നോക്കിക്കോണം, ഇങ്ങനെ നോക്കുന്ന ഹൈറ്റ് ഉണ്ട്. ഇങ്ങനെ നമ്മൾ ഹൈറ്റ് നോക്കാറുണ്ട് സ്ക്വയർ പിരമിഡിൽ. ആ ഹൈറ്റിനെ വിളിക്കുന്ന പേരാണ് സ്ലാൻഡ് ഹൈറ്റ്. സ്ലാൻഡ് ഹൈറ്റ് എന്ന് പറയുന്നത് എപ്പോഴും മനസ്സിലാക്കുക, ഈ ട്രയാങ്കിളിന്റെ ഹൈറ്റ് സ്ക്വയർ പിരമിഡിന്റെ സ്ലാൻഡ് ഹൈറ്റ് ആയിരിക്കും. ഈ ട്രയാങ്കിളിന്റെ ഹൈറ്റ് സ്ക്വയർ പിരമിഡിന്റെ സ്ലാൻഡ് ഹൈറ്റ് ആയിരിക്കും. ഒന്നുകൂടെ പറഞ്ഞേ, സ്ക്വയർ പിരമിഡിന്റെ സ്ലാൻഡ് ഹൈറ്റ് ട്രയാങ്കിളിന്റെ ഹൈറ്റ് ആയിരിക്കും. ഓക്കെ, അപ്പൊ നമുക്കിവിടെ സ്ലാൻഡ് ഹൈറ്റ് 10 സെന്റിമീറ്ററും ബേസ് എഡ്ജ് 16ഉം ഉള്ള ഒരു കളിപ്പാട്ടമാണ് ഉള്ളത്. അങ്ങനത്തെ 500 കളിപ്പാട്ടത്തിന് 1 മീറ്റർ സ്ക്വയർ 80 രൂപ നിരക്കിൽ പെയിന്റ് ചെയ്യാൻ എത്ര രൂപ വേണ്ടി വരും? അപ്പൊ സമചതുര സ്തൂപികാകൃതിയിലുള്ള ഒരു കളിപ്പാട്ടത്തിന്റെ പാദവക്ക് 16 സെന്റിമീറ്ററും ചരിവ് ഉയരം 10 സെന്റിമീറ്ററുമാണ്. ഇത്തരത്തിലുള്ള 500 കളിപ്പാട്ടങ്ങൾ ചായം പൂശുന്നതിന് 80 രൂപ നിരക്കിൽ എത്ര രൂപ ചെലവ് വരും? നമുക്ക് ഇവിടെ നോക്കാം. ഇതാണ് കളിപ്പാട്ടം. ഇങ്ങനെയാണ് കളിപ്പാട്ടം ഇരിക്കുന്നത്. ഈ കളിപ്പാട്ടത്തെ തുറന്നാൽ നമുക്ക് ഇങ്ങനെ കിട്ടും. ഇതേപോലെ കളിപ്പാട്ടം തുറന്നാൽ ഇതുപോലെ കിട്ടും. ഇതിന്റെ പ്രത്യേകത, ഇതിന്റെ ബേസ് എഡ്ജ് എന്ന് പറയുമ്പോൾ ഇതാണ് ബേസ് എഡ്ജ് 16 സെന്റിമീറ്റർ. ഇനി സ്ലാൻഡ് ഹൈറ്റ്, അപ്പം സ്ക്വയർ പിരമിഡിന്റെ ചരിഞ്ഞ ഉയരം, സ്ക്വയർ പിരമിഡിന്റെ സ്ലാൻഡ് ഹൈറ്റ് ട്രയാങ്കിളിന്റെ എന്താണ്? പെട്ടെന്ന് പറ. ട്രയാങ്കിളിന്റെ എന്താണ്? ഹൈറ്റ് ആണ്. ഹൈറ്റ് എത്രയാണ്? 10 സെന്റിമീറ്റർ. അപ്പോ സ്ക്വയർ പിരമിഡിന്റെ സ്ലാൻഡ് ഹൈറ്റ് ട്രയാങ്കിളിന്റെ ഹൈറ്റ് ആണ്. ഇനി നമുക്ക് ടോട്ടൽ സർഫസ് ഏരിയ കണ്ടുപിടിക്കണം. ടോട്ടൽ സർഫസ് ഏരിയ കണ്ടുപിടിക്കേണ്ട ഫോർമുല നമ്മൾ പഠിച്ചിട്ടുണ്ട്. എ സ്ക്വയർ പ്ലസ് 4 × ഹാഫ് ബി എച്ച്.
എ സ്ക്വയർ എന്ന് പറഞ്ഞാൽ ഈ 16 എടുത്തങ്ങ് എഴുതുക. 16 × 16 256. ഈ 2ഉം 4ഉം വെട്ടിപ്പോവും 2 തവണ. ബി എന്ന് പറഞ്ഞാൽ ബേസ് ആണ് 16. എച്ച് എന്ന് പറഞ്ഞാൽ 10. ഓക്കെ, 16 × 16 എത്രയാണ്? 256. 16 × 16 എത്രയാണ്? 256. പ്ലസ് നോക്കൂ, 2 × 16 32. 32 × 10 320. അപ്പോ ഇനി നമുക്ക് ഇത് രണ്ടും കൂടെ കൂട്ടുമ്പോൾ 576 എന്ന് കിട്ടും. അത്രയും സെന്റിമീറ്റർ സ്ക്വയർ ആണ് ഒരെണ്ണത്തിന്റെ സർഫസ് ഏരിയ. ഈ ഒരു കളിപ്പാട്ടത്തിന്റെ ടോട്ടൽ സർഫസ് ഏരിയ എന്ന് പറയുന്നത് 576 ആണ്. ഇതേപോലത്തെ എത്ര എണ്ണം ഉണ്ട്? 500 എണ്ണം ഉണ്ട്. അപ്പോൾ ടോട്ടൽ സർഫസ് ഏരിയ ഓഫ് 500 ടോയ്സ്. 500 ടോയ്സിന്റെ ടോട്ടൽ സർഫസ് ഏരിയ കണ്ടുപിടിക്കാൻ 576നെ 500 കൊണ്ട് ഇൻറ്റു ചെയ്യണം. 576 × 576 × 500 5. 6 5 30 0 ശിഷ്ടം 3. 7 5 35 3. 8 ശിഷ്ടം 3. അടുത്തത് 25 3 28. ഇങ്ങനെ കിട്ടും 28 80. 2 0 കൂടെ ഇട്ടാൽ 500 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തതിന് ഈക്വൽ ആവുള്ളൂ. ഇത്രയും സെന്റിമീറ്റർ സ്ക്വയർ ആണ് 500 കളിപ്പാട്ടങ്ങളുടെ 500 കളിപ്പാട്ടങ്ങളുടെ ടോട്ടൽ സർഫസ് ഏരിയ എന്ന് പറയുന്നത് ഈ 2,88,000. ഒരു കളിപ്പാട്ടത്തിന്റെ ടോട്ടൽ സർഫസ് ഏരിയ 576. 500 കളിപ്പാട്ടങ്ങളുടെ ടോട്ടൽ സർഫസ് ഏരിയ 500 × 576 2,88,000 സെന്റിമീറ്റർ സ്ക്വയർ. ഈ സെന്റിമീറ്റർ സ്ക്വയറിനെ എൻ്റെ മക്കളെ പഠിച്ചോണം. സെന്റിമീറ്ററിനെ മീറ്ററിലാക്കാൻ ശ്രദ്ധിക്കണം. സെന്റിമീറ്ററിനെ മീറ്ററിലാക്കാൻ ഒന്നുകൂടെ സെന്റിമീറ്ററിനെ മീറ്ററിലോട്ട് മാറ്റാൻ ഡിവൈഡഡ് ബൈ 100 കൊണ്ട് ഹരിക്കണം. സെന്റിമീറ്റർ സ്ക്വയറിനെ മീറ്റർ സ്ക്വയറിലോട്ട് മാറ്റാൻ ഡിവൈഡഡ് ബൈ 100 × 100, അതായത് 10,000. സെന്റിമീറ്ററിനെ മീറ്ററിലോട്ടാക്കാൻ 100 കൊണ്ട് ഹരിക്കണം. എന്നാൽ സെന്റിമീറ്റർ സ്ക്വയറിനെ മീറ്റർ സ്ക്വയറിലോട്ട് മാറ്റാൻ 100 × 100 10,000 കൊണ്ട് ഡിവൈഡ് ചെയ്യണം. ഞാൻ ഈ സെന്റിമീറ്റർ സ്ക്വയറിനെ മീറ്റർ സ്ക്വയറിലോട്ട് മാറ്റാൻ പോവുകയാണെ. അപ്പൊ ഞാൻ 10,000 കൊണ്ട് ഇതിനെ ഡിവൈഡ് ചെയ്യണം. 2,88,000 ഡിവൈഡഡ് ബൈ 100 × 100. ഓക്കെ, ഈ സെന്റിമീറ്റർ സ്ക്വയറിനകത്ത് 2 സെന്റിമീറ്റർ ഉണ്ട്. സെന്റിമീറ്റർ × സെന്റിമീറ്റർ ആണ് സെന്റിമീറ്റർ സ്ക്വയർ. അപ്പോഴാണ് സെന്റിമീറ്ററിനെ മീറ്ററിലോട്ടാക്കാൻ ഡിവൈഡഡ് ബൈ 100. 2 സെന്റിമീറ്റർ ഉള്ളത് കൊണ്ട് 2 തവണ 100 കൊണ്ട് ഡിവൈഡ് ചെയ്യണം. അപ്പോൾ ഇവിടെ 2 0 ക്യാൻസൽ, ഈ 0 ക്യാൻസൽ. ഈ 10 കൊണ്ട് നമുക്ക് ഇങ്ങനെ കിട്ടും 28.8. 28.8 സെന്റിമീറ്റർ സ്ക്വയർ. സെന്റിമീറ്റർ സ്ക്വയർ എന്നുള്ളത് എന്തിലോട്ട് മാറി? മീറ്റർ സ്ക്വയറിലോട്ട് മാറി. എൻ്റെ പൊന്നുമക്കളെ, എല്ലാവരും ശ്രദ്ധിക്കണം. 1 മീറ്റർ സ്ക്വയറിന് എത്ര രൂപയാണ് വില? 80 രൂപ. 1 മീറ്റർ സ്ക്വയറിന് 80 രൂപ. അങ്ങനെയാണെങ്കിൽ കോസ്റ്റ് ഫോർ പെയിന്റിങ് 28. കോസ്റ്റ് ഫോർ, നിങ്ങൾ നോട്ട് എഴുതുമ്പോൾ കോസ്റ്റ് ഫോർ പെയിന്റിങ് 28 മീറ്റർ സ്ക്വയർ അല്ലെ ഇസ് ഈക്വൽ ടു 28.8 × 80. കണ്ടോ? 28.8 × 80. 28.8 × 80 നമുക്ക് ഇവിടെ നിന്ന് ചെയ്ത് നോക്കാം. 28.8 × 80. പോയിന്റ് ഇല്ലാതെ നമ്മൾ എന്ത് ചെയ്യണം? മൾട്ടിപ്ലൈ ചെയ്യണം. 288 × 8. 8 8 64. 4 ശിഷ്ടം 6. 8 8 64. 64ഉം 6ഉം 70. 0 ശിഷ്ടം 7. 2 8 16. 16ഉം 7ഉം 16ഉം 7ഉം 23. ഇതില് ഒരു 0 ഇട്ട് കൊടുക്കാനുണ്ട്. ആ 0 ഇട്ട് കൊടുത്തു. ഇനി നമുക്ക് ഒരു പോയിന്റ് ഇങ്ങോട്ട് മാറ്റാനുണ്ട്. 2304. അപ്പോ മൊത്തം ഇത് പെയിന്റ് ചെയ്തെടുക്കാൻ 2304 രൂപ ആകും. ക്ലിയർ ആണേ? അപ്പം ഒരു കളിപ്പാട്ടത്തിന് എന്ത് ഷേപ്പാ ഉള്ളത്? സ്ക്വയർ പിരമിഡിന്റെ ഷേപ്പാണ്. ഒരു കളിപ്പാട്ടത്തിന് എന്തിന്റെ ഷേപ്പാ ഉള്ളത്? സ്ക്വയർ പിരമിഡിന്റെ ഷേപ്പാണുള്ളത്. അതിന്റെ ബേസ് എഡ്ജ് എത്രയാണ്? 16. എന്നിട്ട് ഈ സ്ക്വയർ പിരമിഡിന് സ്ലാൻഡ് ഹൈറ്റ് എത്രയാണ്? 10. സ്ക്വയർ പിരമിഡിന്റെ സ്ലാൻഡ് ഹൈറ്റ് എന്ന് പറയുന്നത് ട്രയാങ്കിളിന്റെ എന്തായിട്ട് വരും? ഹൈറ്റ് ആയിട്ട് വരും. അപ്പോ
ഇത് വെച്ചിട്ട് നമ്മൾ ഒരു സ്ക്വയർ പിരമിഡിന്റെ ഏരിയ കണ്ടുപിടിച്ചു 576. അതുപോലത്തെ എത്ര എണ്ണം ഉണ്ടടാ? 500 എണ്ണം. 500ന്റെ ഏരിയ എത്ര? 2,88,000 സെന്റിമീറ്റർ സ്ക്വയർ. സെന്റിമീറ്റർ സ്ക്വയറിനെ മീറ്റർ സ്ക്വയറിലോട്ട് കൺവേർട്ട് ചെയ്യാൻ ഡിവൈഡഡ് ബൈ 100 2 തവണ അല്ലെ, ഡിവൈഡഡ് ബൈ 100 × 100. അപ്പോൾ നമുക്ക് എത്ര കിട്ടി? 28.8 മീറ്റർ സ്ക്വയർ. 1 മീറ്റർ സ്ക്വയർ പെയിന്റ് ചെയ്യാൻ എത്ര രൂപ വേണം? 80 രൂപ. അങ്ങനെയാണെങ്കിൽ 28.8 മീറ്റർ സ്ക്വയർ പെയിന്റ് ചെയ്യാൻ എത്ര രൂപ വേണം? 28.8 × 80. അപ്പോ എത്രയെന്ന് പറയണം? 2304. വലിയൊരു സന്തോഷം എന്താണെന്നറിയാവോ? അതായത് നമ്മുടെ ഈ ഒരു യൂട്യൂബ് ചാനല് അത്യാവശ്യം നല്ല ഗ്രോത്തിലോട്ട് വരുന്നുണ്ട്. പക്ഷെ അത് കുറേ കുട്ടികൾ, പ്രത്യേകിച്ച് നമ്മുടെ ഈ ഒരു യൂട്യൂബ് ചാനലിൽ പ്രിയ, എന്നെ കഴിഞ്ഞ ലക്ഷ്യം യൂട്യൂബ് ചാനലിൽ ലക്ഷ്യം എന്ന് പറഞ്ഞൊരു ആദ്യത്തെ എപ്പിസോഡ് കണ്ടിട്ട് പറഞ്ഞു, സാർ എനിക്ക് ഇതുവരെ മാത്സ് കണ്ടതിൽ ഏറ്റവും ഇഷ്ടപ്പെട്ടൊരു ക്ലാസ് ഇതാണ്, അതുകൊണ്ട് സാറിന് ഭയങ്കര സാറിൻ്റെ കട്ട ഫാനായി. അതൊരു നല്ല കാര്യമാണ്. സാറിനെ ഇഷ്ടപ്പെട്ടാൽ ആ സാറ് പഠിപ്പിക്കുന്ന എല്ലാ സബ്ജക്റ്റും ആ കുട്ടി ഇഷ്ടപ്പെടും. അതെൻ്റെ സൈക്കോളജി അങ്ങനെയാണ്. അപ്പോൾ ഞാൻ എൻ്റെ സുഹൃത്തുക്കളോടെല്ലാം പറയുമെന്ന് വേറൊരു കുട്ടി കമൻറ്റ് ചെയ്തിട്ടുണ്ട്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ, നിങ്ങളുടെ നിർദ്ദേശങ്ങൾ നിങ്ങളുടെ കൂട്ടുകാർക്ക് എല്ലാവർക്കും ഈ ഒരു ചാനൽ എത്തിക്കണം. നമ്മുടെ പെയ്ഡ് ക്ലാസ് ഉണ്ട്. അതിനെക്കുറിച്ച് അറിയാനായിട്ട് ഈ 9950270740 മെസ്സേജ് ചെയ്യുക. അപ്പോൾ ഞാൻ എൻ്റെ പെയ്ഡ് ക്ലാസ്സിനെ കുറിച്ച് പറയാം. അപ്പോൾ നമ്മൾ 2 ക്വസ്റ്റ്യനായി. നമുക്ക് 3ാമത്തെ ക്വസ്റ്റ്യനിലോട്ട് പോകാം. 3ാമത്തെ ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ ഒരു സമചതുര സ്തൂപികയുടെ പാർശ്വമുഖങ്ങൾ സമഭുജ ത്രികോണങ്ങളാണ്, ഇക്വലാറ്ററൽ ട്രയാങ്കിൾസ് ആണ്. അതായത് ഈ സ്ക്വയർ പിരമിഡിന്റെ ഈ ട്രയാങ്കിൾ ഇക്വലാറ്ററൽ ആണ്. ഇക്വലാറ്ററൽ എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? എല്ലാ സൈഡും ഈക്വൽ ആണ്. എല്ലാ സൈഡും ഈക്വൽ ആകുന്ന ട്രയാങ്കിൾസിനെയാണ് ഇക്വലാറ്ററൽ ട്രയാങ്കിൾ എന്ന് പറയുക. ഇതിന്റെ പാദവക്കിന്റെ നീളം 30 ആണ്. അങ്ങനെയാണെങ്കിൽ ഇതിന്റെ ആകെ ഉപരിതല പരപ്പളവ് എത്ര? അപ്പൊ നമുക്കൊന്ന് നോക്കാം. ഇതൊരു സ്ക്വയർ പിരമിഡ് ആണ്. ഇതിന്റെ പാദവക്ക്, ബേസ് എഡ്ജ് എന്ന് പറയുന്നത് 30 എന്ന് തന്നിട്ടുണ്ട്. 30. ഇനി വേറൊരു കാര്യം അവർ തന്നിട്ടുള്ളത്, അപ്പൊ ഇതിന്റെ എല്ലാ ബേസ് എഡ്ജും 30 ആണ്. എന്നിട്ട് ഇനി പറഞ്ഞിരിക്കുന്നത് ഈ കാണിച്ചിരിക്കുന്ന ട്രയാങ്കിളിന്റെ, അപ്പം ഇതൊരു സ്ക്വയർ പിരമിഡ് ആണ്, അല്ല സോറി എന്താണ്, ഇക്വലാറ്ററൽ ട്രയാങ്കിൾ ആണ്. ഇക്വലാറ്ററൽ ട്രയാങ്കിളിന്റെ പ്രത്യേകത എല്ലാ സൈഡും ഈക്വൽ ആയിരിക്കും. അപ്പോൾ ഇത് ബേസ് 30 ആണെങ്കിൽ ഇതും 30 ആയിരിക്കും, ഇതും 30 ആയിരിക്കും. ഇനി നമുക്ക് ടോട്ടൽ സർഫസ് ഏരിയ കണ്ടുപിടിക്കാം. ടോട്ടൽ സർഫസ് ഏരിയ കണ്ടുപിടിക്കാൻ ബേസിന്റെ ഏരിയ, ഞാനിപ്പോൾ ഇവിടെ ഇതാണ്ടോ, ഈ ബേസിന്റെ ഏരിയ എടുക്കണം. ബേസിന്റെ ഏരിയ എത്രയാണ്? A² പ്ലസ് 4 തവണ ഇക്വലാറ്ററൽ ട്രയാങ്കിളിന്റെ ഏരിയ. 4 ഇക്വലാറ്ററൽ ട്രയാങ്കിൾ ഉണ്ട്. ഇക്വലാറ്ററൽ ട്രയാങ്കിളിന്റെ ഏരിയ കണ്ടുപിടിക്കേണ്ട ഫോർമുല √3a²/4. ഇതാണ് ഇക്വലാറ്ററൽ ട്രയാങ്കിളിന്റെ. നേരത്തെ പോലെ ഹാഫ് BH പറ്റത്തില്ല. √3a²/4 ഒരു ഇക്വലാറ്ററൽ ട്രയാങ്കിളിന്റെ ഏരിയ എന്ന് പറയുന്നത് √3a²/4 ആണ്. അതുപോലത്തെ 4 എണ്ണം ഉണ്ട്. അപ്പം 4 ഇക്വലാറ്ററൽ ട്രയാങ്കിളും ഒരു സ്ക്വയറിന്റെ ഏരിയയും കൂടെ കൂട്ടിയാലേ ടോട്ടൽ സർഫസ് ഏരിയ കിട്ടും. ഈ 4 ഇവിടെ വെച്ച് ഞാൻ ക്യാൻസൽ ചെയ്യാം. ബാക്കി A² എന്ന് പറഞ്ഞാൽ 30യുടെ സ്ക്വയർ പ്ലസ് ഇവിടെ √3 ആയിക്കോട്ടെ, ഇൻറ്റു ഈ A എന്ന് പറഞ്ഞാൽ 30 ആണ്, 30യുടെ സ്ക്വയർ. 30യുടെ സ്ക്വയർ എന്ന് പറഞ്ഞാൽ 900 പ്ലസ് ഇവിടെ 900 √3. എൻ്റെ പൊന്നു മക്കളെ, 900ന്റെ കൂടെ ഒരിക്കലും 900 √3 കൂട്ടാൻ പറ്റൂല. ചില കുട്ടികൾ 900ഉം 900 √3 കൂടെ കൂട്ടിയിട്ട് 1800 √3 എന്നൊക്കെ എഴുതും. അത് പൊട്ടത്തെറ്റാണ്. ഒരിക്കലും അങ്ങനെ നമ്മൾ എഴുതരുത്, തെറ്റാണ്. ഇവിടെ ഈ പ്ലസിനും മുമ്പും പ്ലസിന് ശേഷവും നമുക്ക് 900 കോമൺ ആയിട്ട് കാണാം. അതായത് ഇവിടെ ഈ പ്ലസിന് മുമ്പ് ഒരു ഭാഗമുണ്ട്, പ്ലസിന് ശേഷം ഒരു ഭാഗമുണ്ട്. പ്ലസിന് മുമ്പും പ്ലസിന് ശേഷവും 900 ഉണ്ട്. അപ്പോൾ നമുക്ക് ഈ പ്ലസിന് മുമ്പുള്ള 900നെ 1 × 900 എന്ന് പറയാം. പ്ലസിന് ശേഷമുള്ള 900 √3യെ 900 × √3 എന്ന് പറയാം. ഇതിൽ രണ്ടിലും ആരുണ്ട്? 900 ഉണ്ട്. ഒരു 900നെ നമുക്ക് കോമൺ ആയിട്ട് പുറത്തെടുക്കാം. ഇനി ബാക്കി പ്ലസിന് മുമ്പ് എന്താ ഉള്ളത്? 1. ഈ 1 ബാക്കിയുണ്ട്. പ്ലസ് ഈ 900ഉം കോമൺ ആയിട്ട് വെളിയിൽ പോയി. ബാക്കി എന്താ ഉള്ളത്? √3. കാര്യം മനസ്സിലായോ? ഇനി വേണമെങ്കിൽ സംശയം ഉണ്ടെങ്കിൽ, ഇങ്ങനെ ചെയ്യുമ്പോൾ ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ ഇങ്ങനെ ഒന്ന് മൾട്ടിപ്ലൈ നോക്കണം. 900 × 1 900, 900 × √3 900 √3. മനസ്സിലായോ? ഇനി 900
നോക്കിക്കോളൂ ഇൻറ്റു 1 അതുപോലെ കിടക്കട്ടെ. ഇത് √3 ആണ്. √3യുടെ വാല്യൂ എത്രയാ? 1.7321. ഇനി ഇത് രണ്ടും കൂടെ കൂട്ടുമ്പോൾ എത്ര കിട്ടും? 900 ഇൻറ്റു 2.7321. ഇനി ഇത് രണ്ടും കൂടെ നമുക്കൊന്ന് മൾട്ടിപ്ലൈ ചെയ്തെടുക്കാം. 27321 ഇൻറ്റു 9 കൊണ്ടാണ് 9, 8 1 ബാക്കി 27, 8 ശിഷ്ടം 2, 9 7 54, 9 7 63, 63 2 65, 5 ശിഷ്ടം 65 ശിഷ്ടം 6, 2 9 18, 18 6 24. ഒരു 0 കൂടെ ഇടണ്ടേ? അല്ല, ഒന്നല്ലല്ലോ, 2 0 ഇടണ്ടേ? 2 0. പോയിന്റ് കഴിഞ്ഞ് 4 സ്ഥാനം, ഇങ്ങോട്ട് 4 സ്ഥാനം മാറ്റി കുത്തിടണം. അപ്പോൾ നമുക്ക് കിട്ടുന്നത് 2458.89 സെന്റിമീറ്റർ സ്ക്വയർ ആണ് ഇതിന്റെ ടോട്ടൽ സർഫസ് ഏരിയ. 2458.89 സെന്റിമീറ്റർ സ്ക്വയർ ആണ് ഇതിന്റെ ടോട്ടൽ സർഫസ് ഏരിയ. ഈ ക്വസ്റ്റ്യന്റെ പ്രത്യേകത എന്താ? ഇതിനകത്ത് സ്ക്വയറിന്റെ സൈഡുകളെല്ലാം തന്നിട്ടുണ്ട്. ഒരു ഇക്വലാറ്ററൽ ട്രയാങ്കിൾ ആണ് തന്നിരിക്കുന്നത്. ഇവിടെ ടോട്ടൽ സർഫസ് ഏരിയ കണ്ടുപിടിക്കാൻ എ സ്ക്വയറിന്റെ കൂടെ 4 ½ BH അല്ല വേണ്ടത്, √3a²/4. √3a²/4 is a formula used to find the area of equilateral triangle. സമഭുജ ത്രികോണം. ഇക്വലാറ്ററൽ ട്രയാങ്കിൾ എന്ന് പറഞ്ഞാൽ എല്ലാ വശങ്ങളും തുല്യമായ ത്രികോണത്തെയാണ് ഇക്വലാറ്ററൽ ട്രയാങ്കിൾ എന്ന് പറയുക. ഇക്വലാറ്ററൽ ട്രയാങ്കിളിന്റെ 4 എണ്ണം 4 × √3a²/4. ക്ലിയർ ആണ്? പക്കയാണ്? എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഒരു തവണ കൂടി കാണുക. പിന്നെ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ സാറിന് മെസ്സേജ് ചെയ്യുക. ഓക്കെ, ശരി. അടുത്തത് 4ാമത്തെ ക്വസ്റ്റ്യനിലേക്ക് പോവാം. മൊത്തം 5 ക്വസ്റ്റ്യൻ ആണ് നമുക്ക് ഇതിനകത്തുള്ളത്. 4ാമത്തെ ക്വസ്റ്റ്യനിലേക്ക് നമുക്ക് പോവാം. ഒരു സമചതുര സ്തൂപികയുടെ പാദ ചുറ്റളവ് 40ഉം വക്കുകളുടെ ആകെ നീളം 92മാണ്. സ്തൂപികയുടെ ഉപരിതല പരപ്പളവ് കണക്കാക്കുക. ദ പെരിമീറ്റർ ഓഫ് എ ബേസ് സ്ക്വയർ pyramid is 40 and the total length of all edges 92. Calculate the surface area. ഞാൻ ഈ ചാപ്റ്റർ തുടങ്ങിയപ്പോഴേ മക്കളോട് പറഞ്ഞു ഇതിന് എത്ര എഡ്ജ് ഉണ്ട്? 8 എഡ്ജ് ഉണ്ട് അല്ലെ? 4 എഡ്ജുകൾ. ഇതൊരു എഡ്ജാണ് കണ്ടോ, ബേസ് എഡ്ജ്. 1 2 3 4 ഒരുപോലത്തെ 4 എഡ്ജ് ഉണ്ട്. ഈ 4 എഡ്ജിനെ നമ്മൾ പെരിമീറ്റർ, 4 എഡ്ജും കൂടെ കൂട്ടുമ്പോൾ ഓട്ടോമാറ്റിക്കലി പെരിമീറ്റർ കിട്ടും. പെരിമീറ്റർ ഓഫ് ബേസ് കിട്ടും. അപ്പം ഈ 4 എഡ്ജും കൂടെ ചേർത്ത് പെരിമീറ്റർ നമുക്ക് 4a എന്ന് പറയാം. 4a ആണ് 40. അപ്പം a എന്ന് പറഞ്ഞാൽ 40 ബൈ ഈ 4 പോകുമ്പോൾ 4 ഡിവൈഡഡ് ബൈ 4 10 എന്ന് കിട്ടും. 10 സെന്റിമീറ്റർ ആണ് ഇതിന്റെ ബേസ് എഡ്ജ്. അപ്പം പെരിമീറ്റർ, ബേസിന്റെ പെരിമീറ്റർ എന്ന് പറയുമ്പം ഇവിടെ ഒരു ലെങ്ത് ഉണ്ട്, ഇതൊരു ലെങ്ത് ഉണ്ട്, ഇതൊരു ലെങ്ത് ഉണ്ട്, ഇതൊരു ലെങ്ത് ഉണ്ട്. 4a ആണ് 40. ഓക്കെ, അപ്പൊ a എത്രയായിരിക്കും? 10 ആയിരിക്കും. ഇനി എല്ലാ എഡ്ജും കൂടെ കൂട്ടുമ്പോൾ 92. എല്ലാ എഡ്ജും എന്ന് പറയുമ്പോൾ എത്ര എഡ്ജ് ഉണ്ട്? ഇവിടെ കണ്ടോ, ലാറ്ററൽ എഡ്ജ്, പാർശ്വവക്ക് 4 എണ്ണം ഉണ്ട് കണ്ടോ. എല്ലാ എഡ്ജും എന്ന് പറയുമ്പോൾ ഈ 4 എഡ്ജും ഈ 4 എഡ്ജും, അപ്പോ മൊത്തം 8 എഡ്ജ്. അതിൽ ഈ 4 എഡ്ജ് ഈക്വൽ ആണ്, ഈ 4 എഡ്ജും ഈക്വൽ ആണ്. അപ്പൊ നമുക്ക് ഇവിടത്തെ 4 എഡ്ജിനെ 4a എന്ന് പറയാം. 4a. ഇവിടത്തെ 4 എഡ്ജ് ഉണ്ടല്ലോ ഇല്ലേ, ഈ 4 എഡ്ജ്, ആ 4 എഡ്ജിനെ നമുക്ക് 4e എന്നും പറയാം, പാർശ്വവക്കായതുകൊണ്ട്. അപ്പം 4a എന്ന് പറഞ്ഞാൽ 4 പാദവക്കും, 4e എന്ന് പറഞ്ഞാൽ 4 പാർശ്വവക്കും. ഇത് രണ്ടും കൂടെ കൂട്ടുമ്പോൾ 92 കിട്ടും. 92. ഇതിൽ 4a നമുക്കറിയാം 40 ആണ്. ഇത് 40 ആണെന്ന് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. 40 പ്ലസ് 4e സമം 92. ഇനി ഈ 40നെ ഇപ്പുറത്ത് കൊണ്ടുപോയാൽ 4e സമം 92 മൈനസ് 40 സമം 52. അതിൽ നിന്ന് ഒരു e എടുക്കാൻ ഈ 4നെ അപ്പുറത്ത് കൊണ്ടുപോയാൽ 52/4 ഒന്ന് വെട്ടിപ്പോകുന്നു ഒരു പ്രാവശ്യം, ബാക്കി 12 3 പ്രാവശ്യം. പാർശ്വവക്ക് 13 സെന്റിമീറ്റർ എന്ന് കിട്ടുന്നു. കണ്ടോ? അപ്പൊ നമുക്ക് എന്തെല്ലാം കയ്യിൽ കിട്ടി? നമുക്കിപ്പോ കയ്യിൽ കിട്ടിയിട്ടുള്ളത് പാദവക്കും കിട്ടിയിട്ടുണ്ട്, പാർശ്വവക്കും കിട്ടിയിട്ടുണ്ട്. പാദവക്കും കിട്ടി, പാർശ്വവക്കും കിട്ടി. ഇനി നമുക്ക് എന്ത് കണ്ടുപിടിക്കണം? ഉപരിതല പരപ്പളവ് കണ്ടുപിടിക്കണം. ഉപരിതല പരപ്പളവ് കണ്ടുപിടിക്കണം. എല്ലാവരും നോക്കണം. ഈ പാർശ്വവക്ക് 13 ആണേ. പാർശ്വവക്ക്, ഈ പാർശ്വവക്കിനെ നമുക്കൊന്ന് കാണിക്കാം. ഇതല്ലേ മക്കളെ പാർശ്വവക്ക്? ഇതല്ലേ ഇത്?
ഇത് പാർശ്വവക്കാവുമ്പോൾ ഇത് ഞാൻ ഒരു ട്രയാങ്കിളിൽ ഇത് വരച്ച് കാണിക്കുമ്പോൾ ഇതല്ലേ 13 അല്ലേ? അപ്പം ഈ പാർശ്വവക്ക് സ്ക്വയർ പിരമിഡിന്റെ പാർശ്വവക്ക് ട്രയാങ്കിളിന്റെ ഈ സൈഡ് അല്ലേ? ആണ്. ഇനി ഇത് എത്ര കിട്ടിയത്? 10 എന്നല്ലേ കിട്ടിയത്? അപ്പൊ അതിന്റെ പകുതി എന്ന് പറയുമ്പം 5 അല്ലേ? അപ്പം 5. ഇനി നമുക്ക് ഇവിടെ പൈതഗോറസിന്റെ തിയറി എടുത്ത് അപ്ലൈ ചെയ്താൽ നമുക്ക് ഈ ട്രയാങ്കിളിന്റെ ഹൈറ്റിലേക്ക് എത്താലോ. ട്രയാങ്കിളിന്റെ ഹൈറ്റ് കണ്ടുപിടിക്കാൻ h is equal to root of ബേസ് സ്ക്വയർ അല്ലെ? ഇതെങ്ങനെയല്ലേ കിട്ടുക? ആണ് റൂട്ട് ഓഫ് ഓൾട്ടിറ്റ്യൂഡ് സ്ക്വയർ. നമുക്ക് ഇതാ വേണ്ടത്, ഈ ഹൈറ്റാ വേണ്ടത്. അത് കിട്ടാൻ 13ന്റെ സ്ക്വയർ, അതായത് ഹൈപ്പോട്ടന്യൂസ് സ്ക്വയർ. ഓക്കെ, നോക്കിക്കോളൂ. നമുക്ക് ഹൈപ്പോട്ടന്യൂസ് സ്ക്വയർ 13ന്റെ സ്ക്വയറിൽ നിന്നും 5ന്റെ സ്ക്വയർ കുറച്ചാൽ മതി. 13ന്റെ സ്ക്വയർ 169 ആണ്, 5ന്റെ സ്ക്വയർ 25 ആണ്. റൂട്ട് ഓഫ്, അപ്പൊ നമുക്ക് റൂട്ട് ഓഫ് 144 എന്ന് കിട്ടും. റൂട്ട് ഓഫ് 144 എത്രയാണ് മക്കളെ? 12 സെന്റിമീറ്റർ അല്ലേ? അപ്പൊ നമുക്ക് ഈ ഒരു ട്രയാങ്കിളിന്റെ ഹൈറ്റ് കിട്ടി 12. എൻ്റെ പൊന്നു പിള്ളേരെ, ടോട്ടൽ സർഫസ് ഏരിയ കണ്ടുപിടിക്കാൻ ഇനി നമുക്ക് ഒന്നും ആവശ്യമില്ല, ഫോർമുല മാത്രം മതി. a സ്ക്വയർ പ്ലസ് 4 ഇൻറ്റു ഹാഫ് BH. a സ്ക്വയർ എന്ന് പറഞ്ഞാൽ ഏതാ ഇവിടെ ഇരിപ്പുണ്ട്? 10 ആണ്. a എന്ന് പറഞ്ഞാൽ 10 ആണ്. 10ന്റെ സ്ക്വയർ പ്ലസ് ഇതും കൂടെ വെട്ടിപ്പോവും 2 പ്രാവശ്യം. 2 ഇൻറ്റു ബി എത്രയാ? ബേസ്. ബി എത്രയാണ്? ബേസ് എത്രയാണ്? ട്രയാങ്കിളിന്റെ ബേസ് എത്രയാ? 10 അല്ലേ? 10 ഇൻറ്റു ഹൈറ്റ് എത്രയാണ്? 12. 10ന്റെ സ്ക്വയർ 100 പ്ലസ് 2 ഇൻറ്റു 10 20, അല്ലെങ്കിൽ ഇങ്ങനെ കുടിച്ചാലും മതി. അപ്പൊ 2 ഇൻറ്റു 12 24 240. അപ്പോ ഇത് രണ്ടും കൂടെ കൂട്ടുമ്പോൾ 340 സെന്റിമീറ്റർ സ്ക്വയർ ആണ് ഈ സ്ക്വയർ പിരമിഡിന്റെ ടോട്ടൽ സർഫസ് ഏരിയ. ക്ലിയർ അല്ലേ? ഓക്കെ, അപ്പൊ ഇത് ഒന്നുകൂടെ പറയാം. സാറ് ഈ ബേസ് പെരിമീറ്റർ 40 എന്ന് തന്നിട്ടുണ്ട്. ബേസ് പെരിമീറ്റർ എന്ന് പറയുമ്പോൾ അവിടെ 4 വക്കുണ്ട്. 1 2 3 4. അപ്പം 4a ആണ് 40. ഒരു a കണ്ടുപിടിക്കാൻ 4ന് അപ്പുറത്ത് കൊണ്ടുപോയി 40/4 10 സെന്റിമീറ്റർ എന്ന് കിട്ടി. അപ്പം ഒരു ബേസ് എഡ്ജ് എന്ന് പറയുന്നത് 10 ആണ്. ഇനി മൊത്തം എത്ര എഡ്ജസ് ഉണ്ട്? 8 എണ്ണം. അതില് 4 എണ്ണം ബേസ് എഡ്ജും 4 എണ്ണം ലാറ്ററൽ എഡ്ജും. 4 ബേസ് എഡ്ജ് 4 ലാറ്ററൽ എഡ്ജും കൂടെ കൂട്ടുമ്പോൾ 92. ബേസ് എഡ്ജ് 4 എണ്ണം തന്നിട്ടുണ്ട് 40, ലാറ്ററൽ എഡ്ജ് 4 എണ്ണം ഉണ്ട് 92. ഇതെല്ലാം കൂടെ കൂട്ടുമ്പോഴാണ് 92. ഇത് 40 കഴിഞ്ഞാൽ 4e 4 ലാറ്ററൽ എഡ്ജ് കണ്ടുപിടിക്കാൻ ഈ 40നെ ഇവിടെ നിന്ന് ഇപ്പുറത്തേക്ക് കൊണ്ടുവരണം. 92 40 പോയാൽ 52. 4 ലാറ്ററൽ എഡ്ജ് സമം 52/4 എത്ര എന്ന് കിട്ടും? 13 എന്ന് കിട്ടും. ലാറ്ററൽ എഡ്ജ് എന്ന് പറയുന്നത് ട്രയാങ്കിളിന്റെ സൈഡാണ്. ലാറ്ററൽ എഡ്ജ് എന്ന് പറയുന്നത് ട്രയാങ്കിളിന്റെ സൈഡാണ്. ഇനി ബേസും അറിയാം. ബേസ് എത്രയാണ്? 10 ആണ്. ഇതെത്രയാണ്? 13 ആണ്. അത് വെച്ചിട്ട് പൈതഗോറസിന്റെ തിയറം വെച്ചിട്ട് നമ്മൾ ഈ ട്രയാങ്കിളിന്റെ ഹൈറ്റ് കണ്ടുപിടിച്ചു. ട്രയാങ്കിളിന്റെ ഹൈറ്റും കൂടെ കണ്ടുപിടിച്ചപ്പോൾ 12 എന്ന് കിട്ടി. നമ്മൾ ടോട്ടൽ സർഫസ് ഏരിയയിലോട്ട് ഫോർമുലയിലോട്ട് അപ്ലൈ ചെയ്തു. നമുക്ക് ടോട്ടൽ സർഫസ് ഏരിയ കണ്ടുപിടിക്കാൻ നമ്മൾ ഓൾറെഡി പഠിച്ചു കഴിഞ്ഞതാണ്. ക്ലിയർ അല്ലേ? 4ാമത്തെ ക്വസ്റ്റ്യൻ പക്കയല്ലേ? അഥവാ ഡൗട്ട് ഉണ്ടെങ്കിൽ ഒരു തവണ കൂടി നമ്മൾ കാണുമ്പോൾ സെറ്റാവും. ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക്. മക്കളെ, 5ാമത്തെ ചോദ്യം, നമ്മുടെ ഇന്നത്തെ ക്ലാസ്സിലെ അവസാനത്തെ ചോദ്യം, നല്ല കിഡിലം ലെവലുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ക്യാൻ വി മേക്ക് എ സ്ക്വയർ പിരമിഡ് വിത്ത് ലാറ്ററൽ സർഫസ് ഏരിയ ഈക്വൽ ടു ബേസ് ഏരിയ? ഈ ബേസ് ഏരിയയും ലാറ്ററൽ സർഫസ് ഏരിയ, അതായത് ഈ ലാറ്ററൽ എന്ന് പറഞ്ഞാൽ അറിയാലോ, ഇങ്ങനെ ചരിഞ്ഞിരിക്കുന്ന അതിന്റെ ആ ഏരിയയും ഈക്വൽ ആകുന്ന ഒരു സ്ക്വയർ പിരമിഡ് നിങ്ങൾക്ക് ഉണ്ടാക്കാൻ കഴിയുമോ എന്നാണ് ചോദ്യം. അപ്പൊ നമുക്ക് എങ്ങനെയാണ്, എന്തൊക്കെ ഈക്വൽ ആയിരിക്കണം? ബേസ് ഏരിയയും ലാറ്ററൽ സർഫസ് ഏരിയയും ഈക്വൽ ആയിരിക്കണം. അപ്പം ബേസ് ഏരിയ ഈക്വൽ ആയിരിക്കണം ലാറ്ററൽ സർഫസ് ഏരിയ. ഇത് രണ്ടും ഈക്വൽ ആകുന്ന ഒരു സ്ക്വയർ പിരമിഡ് ഉണ്ടാക്കാൻ കഴിയുമോ? നമുക്ക് ഈ ഒരു കേസിൽ നമുക്കൊരു കാര്യം ചെയ്യാം. ഇതിന്റെ ബേസിനെ നമുക്ക് ബി എന്നും ഇതിന്റെ ഹൈറ്റിനെ, ഈ ട്രയാങ്കിളിന്റെ ഹൈറ്റിനെ നമുക്ക് എന്താ പറയുക, എൽ എന്നും പറയാം. ഓക്കെ, എൽ. അപ്പോ ഇതിന്റെ ബേസിനെ ബി, എല്ലാ ബേസിനെ ബി എന്നും ഈ ട്രയാങ്കിളിന്റെ ഹൈറ്റിനെ നമുക്ക് എൽ എന്നും മാർക്ക് ചെയ്യാം. അപ്പൊ നമുക്ക് ബേസ് ഏരിയ എന്ന് പറയുമ്പം സൈഡ് ഇൻറ്റു സൈഡ്, എ സ്ക്വയർ അല്ലെ, വശം ഇൻറ്റു വശം. ഇനി ഇവിടെ 4 ട്രയാങ്കിൾ ഉണ്ട്. അപ്പൊ 4 ഇൻറ്റു ഹാഫ് ഇൻറ്റു BH എന്നാണ്. BH, എച്ചിന് പകരം നമുക്ക് ഈ എല്ല് കൊടുക്കാം, എല്ല്. ഓക്കെ, ഇനി ശ്രദ്ധിക്കേണ്ടത് ഇത്രയാണ്. ഇവിടെ നോക്കിക്കോണം, ബി ഇൻറ്റു ബി, ബി സ്ക്വയർ ആണ്.
ഓക്കെ, ഇതും കൂടെ വെട്ടിപ്പോവും 2 പ്രാവശ്യം. അപ്പം നമുക്ക് 2BL എന്ന് കിട്ടും. ഇനി നമുക്ക് ഇതിൽ നിന്ന് ഒരു BA നമുക്ക് ഇപ്പുറത്തേക്ക് കൊണ്ടുവരാം. അപ്പം B²/B എന്ന് കിട്ടും, = 2L എന്ന് കിട്ടും. ഇനി വേറൊരു കാര്യം കൂടെ ശ്രദ്ധിക്കേണ്ടത്, ഇവിടെ B² ഈ ബിയും ഇതിനകത്ത് 2 B ഉണ്ട്, മുകളിൽ 2 B ഉണ്ട്, അതിലെ ഒരു ബിയും താഴത്തെ ബിയും കൂടെ ക്യാൻസൽ ആവും. B = 2L എന്ന് കിട്ടും. ഇനി ഈ 2നെ ഇപ്പുറത്ത് കൊണ്ടുവന്നാൽ L = B/2. ഓക്കെ, അപ്പം L = B/2 എന്ന് കിട്ടും. എന്താണ് അതിൻ്റെ അർത്ഥം? ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, ഇവിടെ ഞാൻ ഈ ട്രയാങ്കിളിന്റെ ഹൈറ്റിനെ L എന്ന് കൊടുക്കാൻ കാരണം ട്രയാങ്കിളിന്റെ ഹൈറ്റ് സ്ക്വയർ പിരമിഡിന്റെ സ്ലാൻഡ് ഹൈറ്റ് ആയിരിക്കും. ട്രയാങ്കിളിന്റെ ഹൈറ്റ് സ്ക്വയർ പിരമിഡിന്റെ സ്ലാൻഡ് ഹൈറ്റ് ആയിരിക്കും. എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കുക, ഏത് സ്ക്വയർ പിരമിഡ് എടുത്താലും സ്ലാൻഡ് ഹൈറ്റ് എന്ന് പറയണത് ബേസിന്റെ പകുതിയേക്കാൾ കൂടുതലായിരിക്കണം. ഇവിടെ പകുതിയാണ് കിട്ടിയിരിക്കുന്നത്, കണ്ടോ? ലാറ്ററൽ ഹൈറ്റ് എന്ന് പറയണത് ബേസിന്റെ പകുതി എന്നാണ് കിട്ടിയിരിക്കുന്നത്. പകുതിയായിട്ട് കാര്യമില്ല, പകുതിയേക്കാൾ കൂടുതലായിരിക്കണം. ഓക്കെ, സോ എന്താ പറയേണ്ടത്? സ്ലാൻഡ് ഹൈറ്റ് ഷുഡ് ബി, എന്തോന്നാ? സ്ലാൻഡ് ഹൈറ്റ് ഷുഡ് ബി മോർ ദാൻ ഹാഫ് ഓഫ് ബേസ് എഡ്ജ്. ബേസ് എഡ്ജിന്റെ പകുതിയേക്കാൾ കൂടുതലായിരിക്കണം എല്ലാ സ്ക്വയർ പിരമിഡിലും സ്ലാൻഡ് ഹൈറ്റ് എന്ന് പറയുന്നത്. ഇത് രണ്ടും ഈക്വൽ ആയിട്ട് എടുത്താൽ, ഏതൊക്കെയാണ്? ബേസ് ഏരിയയും ലാറ്ററൽ ഏരിയയും ഈക്വൽ ആയിട്ട് എടുത്താൽ നമുക്ക് സ്ലാൻഡ് ഹൈറ്റ് എന്ന് പറയുന്നത് ബേസ് എഡ്ജിന്റെ പകുതിയെ കിട്ടുള്ളൂ. പകുതിയേക്കാൾ കൂടുതലാണെങ്കിലേ സ്ക്വയർ പിരമിഡ് ഉണ്ടാക്കാൻ പറ്റുള്ളൂ. അതുകൊണ്ട് ഒരിക്കലും ഒരു സ്ക്വയർ പിരമിഡിന്റെയും ബേസ് ഏരിയയും ലാറ്ററൽ ഏരിയയും ഈക്വൽ ആയിട്ട് വരില്ല. ഓക്കെ ആണോ? ക്ലിയർ ആണോ? നന്നായിട്ട് മനസ്സിലായോ? ഇന്ന് നമ്മൾ എടുത്തത് സ്ക്വയർ പിരമിഡിന്റെ ഏരിയ അത് മാത്രമാണ് പഠിച്ചത്. അടുത്ത ദിവസം അതിഗംഭീരമായൊരു ടോപ്പിക്, ഒരു 2 തവണ വീഡിയോ കാണണം. എന്നിട്ടൊരു 2 പേർക്കെങ്കിലും 3 പേർക്കെങ്കിലും എത്ര പേർക്ക് അയച്ചു കൊടുക്കുന്നോ അത്രത്തോളം നിങ്ങൾക്ക് മനസ്സിലാവും. ഓക്കെ, അപ്പൊ നമുക്ക് അടുത്ത ദിവസം വീണ്ടും കാണാം. ബൈ ബൈ.